ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഹോമോജീനിയസ് ഇക്വിലിബ്രിയ അതിലോട്ട് നോക്കാം. അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം അല്ലെ. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു കണ്ടത്? ഇന്നലെ നമ്മൾ ഒരു ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, നമ്മളൊരു പുതിയൊരു ലോ പഠിച്ചു. എന്തായിരുന്നു? ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് അതില് എക്സ്പ്രഷനിൽ ചെയ്തിരുന്നത്? നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സിനെ അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിനെ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ആയിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചത്. ഓക്കെ, അപ്പം എല്ലാവരും അത് ഓർക്കുന്നുണ്ടല്ലോ. ആ ലോയെ എന്തായിരുന്നു ലോ പറഞ്ഞത്? അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ദ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻസ് ഓഫ് ദി റിയാക്ഷൻ പ്രൊഡക്ട്സ് raised to the respective stoichiometric coefficient in the balanced chemical equation divided by the product of concentrations of the reactants raised to their individual stoichiometric coefficients has a constant value. Okay, ഇത്രയും വലിയ ഡെഫിനിഷൻ കണ്ട് പേടിക്കേണ്ട. ഞാൻ ആ ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പം KC എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. നമ്മൾ ഒരു ജനറൽ ഇക്വേഷൻ ആയിട്ട് A plus B ഗിവിംഗ് ഈ ഒരു ജനറൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാല്, ഇതുപോലെ ഒരു ജനറൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ A plus B ഗിവിംഗ് C plus DD, അപ്പം അങ്ങനെ ഒരു ജനറൽ ഇക്വേഷൻ തന്നു. ഇപ്പൊ സിയും ഡിയും എന്റെ പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റിനെ കോൺസെൻട്രേഷൻ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തു. കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D. അവരുടെ പവർ ആയിട്ട് നമ്മൾ എന്താ എഴുതിയത്? അവരുടെ സ്റ്റോയിച്ചോമെട്രിക് കോഎഫിഷ്യൻസ് സ്മോൾ c ആൻഡ് സ്മോൾ d കണ്ടില്ലേ? എന്നിട്ട് അതിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്തു? നമ്മുടെ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ A B. ഓക്കെ, ആ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ എടുത്തിട്ട് അതിന്റെ പ്രൊഡക്റ്റ് എടുത്തു, അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. കൂടെ അവരുടെ പവർ ആയിട്ട് അവരുടെ സ്റ്റോയിച്ചോമെട്രിക് കോഎഫിഷ്യൻസ് എയും ബിയും നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും നമ്മൾ കുറെ പ്രോബ്ലംസ് ഇത് വർക്ക്ഔട്ട് ചെയ്തതാണ്. അപ്പൊ ഇത് മനസ്സിലായില്ലേ നമ്മൾ എങ്ങനെയാണ് ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു റിവേഴ്സ് റിയാക്ഷന്റെയും ഫോർവേഡ് റിയാക്ഷന്റെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? അവർ തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ് അല്ലെ. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു കോൺസ്റ്റന്റിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോയിച്ചോമെട്രിക് കോഎഫിഷ്യന്റിലേക്ക് ഞാൻ ത്രൂ ഔട്ട് ഒരു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെങ്കിൽ n കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഏതെങ്കിലും ഒരു പ്രോസസ്സ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചേഞ്ചസ് എവിടെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിലും ആ ഒരു ചേഞ്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. കണ്ടില്ല, അവരുടെ പവർ നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്, n കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പവർ 1/n ആകും. n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നതെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പവർ എന്താവും? 1/n ആകും. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ കുറച്ച് പ്രോബ്ലംസും ചെയ്തു. പിന്നെ ഹോമോജീനിയസ് ഇക്വിലിബ്രിയ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടായിരുന്നു. അതായത് എല്ലാ റിയാക്ടൻസും പ്രൊഡക്ട്സും സെയിം ഫേസിലാണെങ്കിൽ നമ്മൾ അതിനെ ഹോമോജീനിയസ് ഇക്വിലിബ്രിയ എന്ന് പറയും. ആ ഒരു 2-3 എക്സാമ്പിൾസ് നമ്മൾ നോക്കി. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് KCയുടെ ബാലൻസ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അതായത് ഗേഷ്യസ് സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. നമ്മൾ ഇന്നലെ ഒരു നോർമൽ എന്തായിരുന്നു കോൺസെൻട്രേഷൻസ് നമ്മൾ ഇന്ന് റെപ്രസെന്റ് ചെയ്തിരുന്നത് മോളാർ കോൺസെൻട്രേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് സിയിലായിരുന്നു, ടേം സിയിലായിരുന്നു നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. പക്ഷെ ഇന്നിവിടെ ഞാൻ ഒരു ഗേഷ്യസ് സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ നമുക്കറിയാം, ഒരു ഗ്യാസിന് നമ്മൾ എപ്പോഴും പറയാറ് അവരുടെ പ്രഷർ വെച്ചിട്ടല്ലേ. ഒരു ഗേഷ്യസ് സിസ്റ്റത്തിന്റെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ അവരുടെ എന്താണ്? അവരുടെ പ്രഷർ ആണ്. ഓക്കെ, അപ്പോ നമുക്കിന്ന് ഈ ഗേഷ്യസ് സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ദ ടേംസ് ഓഫ് പ്രഷറിന്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ ഈ KCയും KPയും ഈക്വൽ ആയി മാറുമോ? അപ്പൊ എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ? അതൊക്കെയാണ് നമ്മൾ ഇവിടെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണേ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റംസ്. ഓക്കെ, അപ്പം നമ്മള് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റെപ്രസെന്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? മോളാർ കോൺസെൻട്രേഷനിലായിരുന്നു. റിയാക്ടൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും മോളാർ കോൺസെൻട്രേഷനിലാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ഇത്രയും നേരം KC എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരുന്നത്.
പക്ഷേ നമ്മൾ ഗേഷ്യസ് സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ അവരുടെ റിയാക്ഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അവരുടെ പാർഷ്യൽ പ്രഷറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അവരുടെ പാർഷ്യൽ പ്രഷറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ്. ഇനി നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നൊരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നതാണ് PV ഈക്വൽ ടു nRT. എല്ലാവരും ഓർക്കുന്നില്ലേ അത്? PV ഈക്വൽ ടു nRT. ഇനി ഇതിൽ ഓരോ ടേമും എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? P എന്താ? പ്രഷർ ആണ്. അതിന്റെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പാസ്കലിലാണ്. PA പാസ്കൽ. സ്മോൾ ലെറ്റർ n റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി ഗ്യാസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി ഗ്യാസ്. ക്യാപിറ്റൽ V റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? വോളിയം. അത് യൂണിറ്റ് മീറ്റർ ക്യൂബില്. T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ് ഇൻ കെൽവിൻ. ഇനി ആ R എന്തായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ആ ചാപ്റ്റർ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആറിനെ കുറിച്ചാണ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂസ് ഓരോ യൂണിറ്റ് മാറുന്ന ടെമ്പറേച്ചർ പ്രഷർ ഒക്കെ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് അതിന്റെ വാല്യൂസിൽ കുറച്ച് ചേഞ്ച് വരും. അതുപോലെ അവരുടെ യൂണിറ്റും ചേഞ്ച് വരും. അപ്പൊ നമ്മൾ പല ടൈപ്പിൽ നമ്മൾ ആറിന്റെ വാല്യൂസ് കണ്ടു കാണണം. ഓക്കെ. അപ്പോ ഇതിന്റെ അകത്ത് PV ഈക്വൽ ടു nRT അതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതിന്റെ അകത്ത് ഞാൻ ഒരു ചേഞ്ച് വരുത്തി. ഈ പ്രഷറിനെ മാത്രം ഒരു സൈഡിൽ നിർത്തി ആ വോളിയത്തിനെ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പം മൾട്ടിപ്ലൈഡ് ബൈ V കടന്നത് താഴോട്ട് വന്നപ്പോൾ അത് ഡിവൈഡഡ് ബൈ V ആയി. കണ്ടില്ലേ? പ്രഷർ ഈക്വൽ ടു N/V RT എന്നായി ഇപ്പൊ എന്റെ ആ ഇക്വേഷൻ. ഇനി ഈ N/Vക്ക് ഈ N/V എന്ന് പറയുന്നവരെ നമുക്ക് ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്ററിനെ ഒരു പേര് പറയുമായിരുന്നു, മൊളാരിറ്റി. ആ മൊളാരിറ്റി വെച്ചിട്ടാണ് നമ്മൾ കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോ N/V എന്തായിരുന്നു? കോൺസെൻട്രേഷൻ ആയിരുന്നു. ഇന്നലെ നമ്മളിത് കണ്ടതാണ്. ഓക്കെ. N/V എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. അതിന്റെ യൂണിറ്റ് എന്തായിരുന്നു? Nന്റെ യൂണിറ്റ് നമ്പർ ഓഫ് മോൾസ് ആണ്. മോൾ ബൈ വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബിലാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ലിറ്റർ ആകാം, DM ക്യൂബ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ആകാം, എന്ത് വേണേലും ആകാം. ഇവിടെ നമ്മൾ N/V എന്ന് പറയുന്നതിൽ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ഒരു ടേം ആണ് N/V. ഇത് എന്താണ്? കോൺസെൻട്രേഷൻ ആണ്. ഇപ്പൊ ഞാൻ സ്മോൾ ലെറ്റർ C കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. നമ്മൾ ഇന്നലെ കണ്ടതായിരുന്നു മൊളാരിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം ആണ്. അതിന്റെ ഇക്വേഷൻ ആയിരുന്നു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പൊ അത് വോളിയം ലിറ്ററിൽ എടുത്തപ്പോൾ ഇവിടെ ഇത് ഏത് യൂണിറ്റ് ആണ്? മീറ്റർ ക്യൂബിലാണ് അല്ലെ? അപ്പൊ ഇവിടെ C എന്ന് ഞാൻ ഇനി N/V റെപ്രസെന്റ് ചെയ്യത്തുള്ളൂ. അതിന്റെ യൂണിറ്റ് എന്തായിരുന്നു? മോൾ പെർ മീറ്റർ ക്യൂബ്. അത് നമുക്ക് വേണമെങ്കിൽ മോൾ പെർ ലിറ്റർ ആകാം, അല്ലെങ്കിൽ മോൾ പെർ DM ക്യൂബ് ആകാം. ഇനി ഈ പ്രഷറിന്റെ യൂണിറ്റ് നമ്മള് ബാർ പ്രഷറിലാണ്. 1 ബാർ പ്രഷർ. ഓക്കെ. ആ ക്ലാസ്സിൽ നിങ്ങൾ അതുപോലെ തന്നെ പ്രഷറിന്റെ പല യൂണിറ്റും അതിന്റെ കൺവേർഷൻ എല്ലാം പഠിക്കുന്നതാണ്. 1 ബാർ പ്രഷർ, 1 പാസ്കല്, അതൊക്കെ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതൊക്കെ പല യൂണിറ്റ്സ് ആണ് പ്രഷറിന്റെ. അതുപോലെ നമ്മുടെ ഈ ആറിനെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇവിടെ അപ്പൊ അതിന്റെ വാല്യൂ ഞാൻ എടുക്കുന്നത് 0.0831 ആണ് അതിന്റെ വാല്യൂ എടുക്കുന്നത്. അപ്പൊ പ്രഷറിന്റെ യൂണിറ്റ് അവിടെ ബാർ ആണ്, വോളിയം ലിറ്ററിലാണ്, പെർ മോൾ ഉണ്ട്. ഓക്കെ, അതൊന്ന് എല്ലാം ഒന്ന് റേസ് ചെയ്തിട്ട് എഴുതാം. ആറിന്റെ വാല്യൂ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ. ആറിന്റെ വാല്യൂ 0.0831. ഇനി അവരുടെ യൂണിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ പ്രഷറിൽ എന്തിലാ എടുക്കാൻ പോകുന്നത്? ബാർ പ്രഷറിലാണ്. അപ്പൊ ബാർ പ്രഷറിൽ എടുക്കുമ്പോൾ ഈ വാല്യൂ ആണ് 0.0831 ആണ് നമ്മുടെ ആറിന് കൊടുക്കേണ്ടത്. വോളിയം ഞാൻ ലിറ്ററിലാണ് എടുക്കുന്നത്. ലിറ്റർ ബൈ ഹോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസിലെ മോള് ഡിനോമിനേറ്ററിൽ പോകും, പിന്നെ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ. അപ്പൊ ഇതാണ് നമ്മുടെ ആറിന്റെ
വാല്യൂവും അതിന്റെ യൂണിറ്റും 0.0831 ബാർ ലിറ്റർ പെർ മോൾ കെൽവിൻ. ഇത് തെറ്റിക്കരുത്. ഇത് നമ്മൾ യൂണിറ്റും അതുപോലെ വാല്യൂവും ബൈഹാർട്ട് ആക്കി വെച്ചിരിക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇനി പ്രഷറിന്റെ ഇക്വേഷനിൽ N/Vക്ക് പകരം എന്തേ കൊടുക്കുകയുള്ളൂ? CA കൊടുക്കുകയുള്ളൂ. അപ്പോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ P = CRT. ഇതില് ആറിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഓക്കെ, ഈ ഇക്വേഷൻ ശ്രദ്ധിച്ചേ. P = CRT. ഇതില് R എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ? ഈ T എന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ കോൺസ്റ്റന്റ് ആക്കി നിർത്താലോ. അത് ഞാൻ ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഒരു 300 കെൽവിൻ ആണ് എടുത്തതെങ്കിൽ ആ റിയാക്ഷൻ ഫുൾ 300 കെൽവിനാണ് റൺ ചെയ്യുന്നതെങ്കിൽ ആ ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഈ പ്രഷർ എന്ന് പറയുന്നത് ആർക്ക് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റും? ആ സ്മോൾ ലെറ്റർ സിക്ക് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റത്തില്ലേ? അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അതാണ് നെക്സ്റ്റ് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് കോൺസെൻട്രേഷൻ. കണ്ടില്ലേ? അപ്പോ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നമ്മുടെ ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് എന്തിനു പ്രൊപ്പോർഷണൽ ആയിരിക്കും? ആ ഗ്യാസിന്റെ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് P പ്രൊപ്പോർഷണൽ ടു C എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ നീട്ടി വലിച്ചങ്ങ് എഴുതാറില്ലല്ലോ, സ്ക്വയർ ബ്രാക്കറ്റിലാണ് എഴുതാറ്. ആരുടെയാണ് കോൺസെൻട്രേഷൻ? ആ ഗ്യാസിന്റെ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അവരുടെ പ്രഷർ. ഓക്കെ, ഇതും ക്ലിയർ ആയല്ലോ? ഇനി ഞാനൊരു ഇക്വേഷൻ ആയിട്ട് ഡിറൈവ് ചെയ്ത് തരാൻ പോവാണ് നിങ്ങൾക്ക്. ഇവിടെ നോക്കിക്കോളൂ. നമ്മൾ ഇനി KP വരുവാണ്. ഓക്കെ, ഇതാണ് നോക്കോളൂ. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ഇക്വേഷൻ എടുത്തു. H2 + I2 giving 2HI. ഓക്കെ, ഈ ഒരു റിയാക്ഷൻ ആണ് ഞാൻ എടുത്തത്. ഇതിന്റെ KC ഞാൻ ആദ്യം എഴുതാൻ പോവാ. KC എല്ലാരും ഓർക്കുന്നില്ല ഇന്നലെ എങ്ങനെയാണ് ഈ KC എഴുതാൻ പഠിച്ചതെന്ന്? KC എങ്ങനെയായിരുന്നു എഴുതിയത്? HIയുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ H2 × I2. അതാണ് അവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? HIയുടെ സ്ക്വയർ ബൈ H2 × I2. ഇതായിരുന്നു എന്റെ KC. നമ്മൾ എഴുതാൻ പഠിച്ചതാണ്. അത് കോൺസെൻട്രേഷന്റെ ടേംസില്. ഇനി അടുത്ത സ്റ്റെപ്പില് ഞാൻ ഈ HIക്കെല്ലാം, ഇതെല്ലാം ഒരു ഗേഷ്യസ് സിസ്റ്റം അല്ലേ? G ഇത് കണ്ടോ? അതെല്ലാം ഒരു ഗേഷ്യസ് സിസ്റ്റം ആണ്. അപ്പൊ ഞാൻ ഇവരെ ആ കോൺസെൻട്രേഷന് പകരം കോൺസെൻട്രേഷൻ മാറ്റി പ്രഷർ എന്നാക്കി. അപ്പൊ പ്രഷർ ഓഫ് HI സ്ക്വയർ ബൈ പ്രഷർ ഓഫ് H2 × പ്രഷർ ഓഫ് I2. കണ്ടോ? അപ്പൊ ഞാൻ ആ കോൺസെൻട്രേഷൻ എല്ലാം മാറ്റിയിട്ട് എന്തില് റെപ്രസെന്റ് ചെയ്തു? പ്രഷറിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്തു. സിൻസ് ഇറ്റ് ഈസ് എ ഗേഷ്യസ് സിസ്റ്റം. അതൊരു ഗേഷ്യസ് സിസ്റ്റത്തിലാണ് ഇവിടെ. ഇത് ഫുൾ എന്താണ്? ഗേഷ്യസ് ഫേസിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇനി നോക്കിക്കേ, നമ്മൾ തൊട്ട് മുന്നേ ഒരു ഇക്വേഷൻ കണ്ടുവച്ചില്ലായിരുന്നോ? P = കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസ് ഇൻറ്റു RT. ഇപ്പൊ തൊട്ട് മുന്നേ നമ്മളൊന്ന് കണ്ടുവച്ച ഒരു ഇക്വേഷൻ ആണ്. പ്രഷർ = കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസ് ഇൻറ്റു RT എന്ന് അല്ലേ? അപ്പോ ഇവിടെ ഓരോ ഗേഷ്യസ് ഫേസും അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇവിടെ HI ഒരു ഗേഷ്യസ് ആണ്, H2 ഗേഷ്യസ് ആണ്, I2 ഗേഷ്യസ് ആണ്. അപ്പൊ ഈ 3 പേർക്കും 3 ഇക്വേഷൻ ആക്കി നമ്മൾ എഴുതുക. അപ്പൊ പ്രഷർ ഓഫ് HIയുടെ ആണ് ഈ ഒരു കോൺസെൻട്രേഷൻ സ്ഥാനത്ത് മാത്രം HI എന്ന് വരുന്ന ഒരു കോൺസെൻട്രേഷൻ. പിന്നെ RT സെയിം ആണ്. I2ന് അതുപോലെ I2ന്റെ കോൺസെൻട്രേഷൻ, H2ന് H2ന്റെ കോൺസെൻട്രേഷൻ. ഈ 3
മൂന്നെണ്ണം നമ്മൾ അങ്ങനെ അവരുടെ ഓരോ കോൺസെൻട്രേഷൻ വെച്ചിട്ട് അവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതാണ് ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ. ഇനി ഞാനിത് KC എന്നിവരെ വിളിക്കുന്നില്ല, KP എന്നാ വിളിക്കുന്നത്. കാരണം എനിക്കിവിടെ കോൺസെൻട്രേഷന്റെ ടേംസിലല്ല കിടക്കുന്നത്, പ്രഷറിന്റെ ടേംസിലാണ് ഈ ഇക്വേഷന്റെ അകത്ത് ഓരോരുത്തരെ എടുത്തേക്കുന്നത്. അപ്പോ ആ ഒരു ഇതില് നമ്മൾ KP എന്നിവരെ വിളിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു KCയുടെ സ്ഥാനത്ത് ഞാൻ ഇനി എന്തെന്നേ പറയുള്ളൂ, KP എന്നേ പറയുള്ളൂ. ഓക്കെ, ഈ KCയുടെ സ്ഥാനത്ത് നമ്മൾ എന്തെന്ന് മാറ്റും, KP എന്ന് മാറ്റും. ഓക്കെ അല്ലേ? ഇനി ഈ പ്രഷർ ഓഫ് HI എന്നുള്ള ഈ ടേം കണ്ടില്ലേ, പ്രഷർ ഓഫ് HI സ്ക്വയർ, നമ്മൾ മേളില് ആ ഒരു പ്രഷർ ഓഫ് HIക്ക് പകരം ഞാൻ പുതിയൊരു ഇക്വേഷൻ ഇപ്പൊ കണ്ടുവച്ചിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ ഒരു ഇക്വേഷൻ ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പൊ പ്രഷർ ഓഫ് HIയുടെ സ്ഥാനത്ത് എന്തെന്ന് വരും, HI RT എന്ന് വരും. പക്ഷെ ഇത് സ്ക്വയർ അല്ലേ, അപ്പൊ HI സ്ക്വയർ RT സ്ക്വയർ എന്ന് വരും. ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ എഴുതി കാണിക്കാം, നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവാനായിട്ട്. നോക്കിക്കോളൂ. ഇവിടെ HI സ്ക്വയറിന് പകരം ഞാൻ നേരത്തെ കണ്ടുപിടിച്ച മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HI HIയുടെ സ്ക്വയർ RTയുടെ സ്ക്വയർ, ഓക്കെ, ഡിവൈഡഡ് ബൈ, ഇവിടെ സ്ക്വയർ ഇട്ട് കൊടുക്കാൻ എന്താ കാരണം, നമ്മളെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് സ്ക്വയർ 2 കൂടി ഇല്ലേ, അതുകൊണ്ട് ഇവിടെ HIക്ക് പകരം നമ്മൾ എന്തെന്ന് കൊടുത്തു, കോൺസെൻട്രേഷൻ ഓഫ് HIയുടെ സ്ക്വയർ, പിന്നെ RT ഹോൾ സ്ക്വയർ ആണ്, RTയുടെ ഹോൾ സ്ക്വയർ, ഡിവൈഡഡ് ബൈ H2വിന് H2 മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു RT, I2വിന്റെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് I2 ഇൻറ്റു RT. ഇത്ര ഓക്കെ അല്ലേ? ഇതെന്റെ എന്താണ്, KP ആണ് അല്ലെ, KP ഈക്വൽ ടു ആണ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HIയുടെ സ്ക്വയർ, RTയുടെ സ്ക്വയർ, H2വിന്റെ ഡിവൈഡഡ് ബൈ H2വിന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു RT, I2വിന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു RT. ഇതില് എനിക്ക് ക്യാൻസൽ ആക്കാൻ പറ്റുന്നില്ല, ഞാൻ ക്യാൻസൽ ആക്കി കളയാം. ഇവിടെ 2 RT ഇൻറ്റു RT മൊത്തം RT സ്ക്വയർ ആവുമല്ലേ, അത് ഈ ഒരു RTയും ഈ ഒരു RTയും കൂടെ ചേർന്ന് RT സ്ക്വയർ ആയി. അത് ഈ മേലത്തെ RT സ്ക്വയറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ എന്റെ എന്താണുള്ളത്, HI സ്ക്വയർ ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു I2. ഇത് എന്ത് തന്നെയാണ്, നമ്മുടെ KC തന്നെ അല്ലേ? നോക്കിക്കേ, ആ തൊട്ടടുത്ത് കിടക്കുന്ന KC തന്നെയാണ് എനിക്കിപ്പോൾ കിട്ടിയത്, ഈക്വൽ ടു KCയുടെ ഇക്വേഷൻ തന്നെയാണ് എനിക്ക് ഈ കേസിൽ കിട്ടിയത്. അപ്പൊ ഇവിടുത്തെ KPയും KCയും എന്താണെന്ന് കിട്ടി, ഈക്വൽ ആണെന്ന് കിട്ടി. അതായത് 2 ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഈക്വൽ ആണെന്ന് എനിക്ക് കിട്ടി. പക്ഷെ ഈ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് മാത്രം എനിക്ക് അങ്ങനെ ഒരു റിസൾട്ടിലോട്ട് എത്തിച്ചേരാൻ പറ്റുമല്ല. അപ്പൊ നമുക്കിത് അങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റുമല്ല, എപ്പോഴും എല്ലാ റിയാക്ഷൻസിലും KPയും KCയും ഈക്വൽ ആണ് എന്നൊരു ഐഡിയയിൽ എനിക്ക് ലാസ്റ്റ് എത്തിച്ചേരാൻ പറ്റുമല്ല. കാരണം ഇതൊരു പർട്ടിക്കുലർ റിയാക്ഷന്റെ കേസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് H2 പ്ലസ് I2 ഗിവിംഗ് 2HI എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഇക്വേഷനിൽ മാത്രമാണ് എനിക്കിപ്പോൾ KPയും KCയും ഈക്വൽ ആയിട്ട് കിട്ടിയത്. ഓക്കെ അല്ലേ? അപ്പോ ഞാൻ അടുത്തൊരു എക്സാമ്പിളും കൂടെ എടുത്ത് നോക്കണമല്ലോ, കാരണം ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്നില്ല. ഞാനപ്പോ നെക്സ്റ്റ് എക്സാമ്പിൾ എടുത്തു. N2 പ്ലസ് 3H2 ഗിവിംഗ് 2NH3 ഈ ഒരു എക്സാമ്പിളിലോട്ട് എടുത്തു. ഇവിടെയും ഞാൻ KPക്ക് വാല്യൂ കൊടുത്തു. ഇതാ ഇത് KP എന്ന് പറയുന്നത് NH3യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ P ഓഫ് N2, P ഓഫ് H2ന് സ്ക്വയർ ഉണ്ട്. കണ്ടോ, ഇവിടെ 2 സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് കൊടുക്കാനുണ്ട്. അപ്പം NH3യുടെ പ്രഷർ അതിന്റെ സ്ക്വയർ, അതായത് ഈ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ്
ഇവിടെ N2, ആ N2വിന്റെ പ്രഷർ, H2വിന് ഒരു ക്യൂബും കൂടെ ഉണ്ട്. അപ്പൊ ഇത് ഞാൻ KP. ഇനി നമ്മൾ നേരത്തെ പഠിച്ച P is equal to concentration of gas into RT എന്നൊരു ഇക്വേഷൻ ഇല്ലേ, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നോക്കോളൂ. ഈ പ്രഷർ ഓഫ് NH3ക്ക് പകരം മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 അതിന്റെ സ്ക്വയർ, RT ഉണ്ട് അതിന്റെയും സ്ക്വയർ, ഡിവൈഡഡ് ബൈ N2വിന്റെ മോളാർ കോൺസെൻട്രേഷന് N2വിന്റെ മോളാർ കോൺസെൻട്രേഷൻ ഉണ്ട്, RT ഉണ്ട്. പിന്നെ അടുത്ത് H2വിന്റെ മോളാർ കോൺസെൻട്രേഷന്റെ ക്യൂബ് ഉണ്ട്, RTയുടെ ക്യൂബ് ഉണ്ട്. കണ്ടില്ലേ? ഇപ്പൊ മേളിൽ എനിക്കൊരു RT സ്ക്വയർ ഉണ്ട്, താഴെ ഒരു RT ക്യൂബും കിടപ്പുണ്ട്, ഒരു RTയും കിടപ്പുണ്ട്. അപ്പോ ഇതിന്റെ അകത്തുനിന്ന് ഞാൻ ഒരു ഇവിടുത്തെ ഒരു RT എടുത്തു, ഇവിടുന്ന് ഒരു RT എടുത്തു. അപ്പൊ ഇവിടെ മിച്ചം 2 എണ്ണം കിടപ്പുണ്ട്. എന്നിട്ട് അത് RT സ്ക്വയർ വേണ്ടി ക്യാൻസൽ ചെയ്തു. നോക്കിക്കേ, ഈ RT സ്ക്വയർ എനിക്ക് റിമൈനിങ് ഇവിടെ കിടക്കുമല്ലേ, അതിനെ ഞാൻ ന്യൂമറേറ്ററിന്റെ സൈഡിലോട്ട് കൊണ്ടുവരുവാണ്. ഇവരെ ഞാൻ ഫുള്ള് ന്യൂമറേറ്ററിന്റെ സൈഡിലോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ ഇവിടെ ഒരു RT സ്ക്വയർ ഇനി ഇല്ല, ഇവിടുത്തെ ഈ RT എനിക്കില്ല. പിന്നെ എന്തുമാത്രമാണുള്ളത്? ഈ താഴെ ഡിനോമിനേറ്ററിൽ പോസിറ്റീവ് സ്ക്വയർ ആയിട്ട് കിടന്നയാള് മേലോട്ട് വരുമ്പോ അത് -2 ആയിട്ട് മാറും അല്ലെ? സ്ക്വയർ ആയിട്ട് കിടന്നയാള് മേലോട്ട് വന്നപ്പോ അത് -2 ആയിട്ട് മാറി. ഇത്രയും എന്റെ എന്താണ്? ഇത്രയും ഭാഗം KC ആണ്. KC അല്ലേ നമ്മൾ NH3 സ്ക്വയർ ബൈ N2 ഇൻറ്റു H2വിന്റെ ക്യൂബ്, അത് നമ്മൾ KC അല്ലേ? KC ആണ്. പക്ഷെ എക്സ്ട്രാ ഒരു ആളൂടെ വന്നു, RT റേസ് ടു -2. കണ്ടില്ലേ? അപ്പൊ ഈ കേസില് KP ഈക്വൽ ടു KC ഇൻറ്റു RT പവർ -2 ആണ്. അതായത് KPയും KCയും ഈക്വൽ ആണെന്ന് ഇവിടെ കിട്ടിയോ? ഇല്ല. അപ്പൊ നമുക്ക് KPയും KC എപ്പോഴും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ ഈ -2 എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ആ -2 എന്ന് പറയുന്ന വാല്യൂസ് ഓരോ റിയാക്ഷനിലും മാറുമോ? അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമ്മൾക്ക് എങ്ങനെ ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും? ഒരു ജനറൽ റിയാക്ഷൻ എടുത്തിട്ട് നമുക്കത് പ്രൂവ് ചെയ്തിട്ട് ഒരു ജനറൽ ഇക്വേഷനിലോട്ട് എത്തിച്ചേരാം. ഇതിപ്പോ ഞാൻ ഒരു റിയാക്ഷൻസ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ ഫസ്റ്റത്തെ കേസിൽ നമുക്ക് KP ഈക്വൽ ടു KC എന്ന് കിട്ടി. സെക്കൻഡ് നമ്മൾ ഒരു കേസ് എടുത്തപ്പോൾ KP ഈക്വൽ ടു KC ഇൻറ്റു RT പവർ -2 എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഞാനൊരു ജനറൽ റിയാക്ഷൻ ഇനി എടുക്കാൻ പോവാണ്. അതെടുത്തിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. നോക്കോളൂ, ഒരു ജനറൽ റിയാക്ഷൻ ആണ് A പ്ലസ് B ഗിവിംഗ് C പ്ലസ് D. ഇതിനെ ഞാൻ KP എഴുതാൻ പോവാണ് ഇവരുടെ. അപ്പൊ KP എഴുതുമ്പോഴത്തേനും പ്രഷർ ഓഫ് C എന്ന് പറയുന്ന ആറ്റത്തിന്റെ ആണ് പ്രഷർ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് C എഴുതിയേക്കുന്നത്. അവരുടെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് പവർ എഴുതുന്നു. ഇൻറ്റു P ഓഫ് D, അവരുടെയും സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ്. ഇതെന്താ? P എന്ന് വെച്ചാൽ പ്രഷർ ഓഫ് സിയും ഡി ഇവിടുത്തെ പ്രൊഡക്റ്റ് അല്ലേ? നമ്മൾ ന്യൂമറേറ്ററിൽ പ്രൊഡക്റ്റിന്റെ പ്രഷർ എഴുതി, അവരുടെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റും കൊടുത്തു. താഴെ റിയാക്ടന്റിന്റെ എഴുതി. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? ഇനി ഈ Pക്ക് പകരം നമ്മൾ ഇത്ര നേരം കണ്ടിരുന്ന എങ്ങനെയായിരുന്നു? CRT എന്ന് കൊടുത്തോണ്ടിരിക്കുമല്ലായിരുന്നോ? അതുപോലെ ഇവിടെയും കൊടുക്കുക. CRT എന്ന് പറയുന്നത് കോൺസെൻട്രേഷന്റെ C ആണ്. ഇവിടെ ഞാൻ A പ്ലസ് B ഗിവിംഗ് C എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. C എന്ന് പറയുന്നത് ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസ് ആണ്.
ഓക്കെ, അപ്പൊ അത് കോൺസെൻട്രേഷൻ ഓഫ് സിയുടെ കോൺസെൻട്രേഷൻ RT അവിടെ നമുക്ക് ലാസ്റ്റ് എഴുതാം. ഡിയുടെ അതുപോലെ കോൺസെൻട്രേഷൻ അവരുടെ പവർ RT അവിടെ കിടക്കുക. അപ്പൊ ഇവിടെ ഒരാള് RT പവർ സിയും ഉണ്ട്, ഒരാള് RT പവർ ഡിയും ഉണ്ട്. ഹോൾ സിയും ഡിയും കിടപ്പുണ്ട്. അപ്പൊ ഞാൻ A⁻m ഇൻറ്റു A⁻n A⁻m+n നമ്മൾ മാത്സിൽ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഇത് RT എന്ന് പറയുന്നത് A ആണ് എന്റെ, ഇവിടെ RT A ആണ്, ഇത് M ആണ്, ഇത് N ആണ്. അപ്പൊ എങ്ങനെ എനിക്ക് എഴുതാം? A⁻m+n RT⁻C+D എന്ന് എഴുതാമല്ലോ. അതാണ് അവര് ന്യൂമറേറ്ററിൽ RT പവർ C+D എന്ന് എഴുതിയേക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഡിനോമിനേറ്ററിലെ കാര്യം നോക്കിക്കേ. P ഓഫ് എക്ക് പകരം കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു RT എന്ന് എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് എയും ഉണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് ബിയും ഉണ്ട്, അവരുടെ സ്റ്റോയിയോമെട്രിക് പവേഴ്സും കൊടുത്തു. ഓക്കെ, ഇനി RT രണ്ടുപേരെയും ഒന്നിച്ചെഴുതി. ഇവിടുത്തെ എയുടെ, ഇത് ബിയുടെ. ഇത് എങ്ങനെയാ കിടക്കുന്നത്? നേരത്തെ പറഞ്ഞ A⁻m ഇൻറ്റു A⁻n, അവരെ നമുക്ക് A+B എന്ന് കൊടുക്കാമല്ലോ. RT പവർ A+B, അതാണ് ഡിനോമിനേറ്ററിൽ കൊടുത്തേക്കുന്നത്. ഇപ്പൊ ഇക്വേഷൻ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇത്രയും ടേംസ് ഇതെന്റെ എന്താണ്? KC ആണ്. KC അല്ലേ നമ്മൾ ഈ കോൺസെൻട്രേഷനിന്റെ ടേംസിൽ മാത്രം എഴുതാറുള്ളത്. ഇനി ഈ ഡിനോമിനേറ്റർ, ഈ രണ്ടുപേരെയും RT ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിൽ ഉള്ളവർ നമുക്ക് ഒന്നിച്ചെഴുതാൻ പറ്റും. നമ്മൾ ഈ ഒരു ഇക്വേഷൻ A⁻m/A⁻n ഈക്വൽ ടു A⁻m-n പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഇതാണ് എന്റെ M, ഇതാണ് എന്റെ N അല്ലെ? അപ്പോ നമുക്ക് A⁻, എന്ന് വെച്ചാൽ ഇവിടെ RT ആണ്, A⁻m-n എന്ന് എഴുതാം. M എന്ന് പറയുന്നത് C+D മൈനസ് N എന്ന് പറയുന്നത് A+B. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ ഈ ഒരു ലെങ്തി ആയിട്ട് എഴുതിയേക്കുന്നത്. ഇതെന്റെ KC. ഓക്കെ, ഇത് ഇത്രയും. ഈ C+D മൈനസ് A+B നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ N. ഡെൽറ്റ N ഈക്വൽ ടു C+D മൈനസ് A+B. ഈ സിയും ഡിയും എയും ബിയും ഒക്കെ എന്തായിരുന്നു? സ്മോൾ ലെറ്റർ സിയും ഡിയും സ്മോൾ ലെറ്റർ എയും ബിയും ഒക്കെ എന്താ? സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ്, അല്ലെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയാം. നമ്മൾ പറയുന്നു H2 + I2 ഗിവിംഗ് 2HI എന്ന് പറഞ്ഞില്ലേ? അതിൽ 1 മോൾ H2ഉം 1 മോൾ I2ഉം റിയാക്ട് ചെയ്ത് കിട്ടുന്നതാണ് എനിക്ക് 2 മോൾ HI. അപ്പോ നമ്പർ ഓഫ് മോൾസ് ആണ് ഇവരുടെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് ആയിട്ട് നമ്മൾ പറയാറ്. ഓക്കെ, അപ്പൊ ഈ ക്യാപിറ്റൽ ലെറ്റർ എയുടെ നമ്പർ ഓഫ് മോൾസ് ആയിരുന്നു സ്മോൾ എ, ബിയുടെ ആണ് സ്മോൾ ബി, ഈ ക്യാപിറ്റൽ സിയുടെ നമ്പർ ഓഫ് മോൾസ് ആണ് സ്മോൾ സി. അങ്ങനെ ഓക്കെ, നമ്പർ ഓഫ് മോൾസിനെയാണ് നമ്മൾ അവരുടെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യൻസ് ആയിട്ട് പറയാറ്. അപ്പോൾ ഈ C+D എന്ന് പറയുന്നത്, സിയും ഡിയും പ്രൊഡക്റ്റ് അല്ലേ? അപ്പോ ആ പ്രൊഡക്റ്റിന്റെ, ആ ഗേഷ്യസ് പ്രൊഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് C+D. A+B എന്ന് വെച്ചാൽ എന്താണ്? ഗേഷ്യസ് റിയാക്റ്റൻസിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. എയും ബിയും റിയാക്റ്റൻസ് ആണ്, ആ റിയാക്റ്റൻസിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് A+B. അപ്പോ ഒരു ഗേഷ്യസ് പ്രൊഡക്ട്സിന്റെ നമ്പർ ഓഫ് മോൾസിനെയും ഗേഷ്യസ് റിയാക്റ്റൻസിന്റെ നമ്പർ ഓഫ് മോൾസിനെയും സബ്സ്ട്രാക്ട് ചെയ്യുന്നതാണ് ഡെൽറ്റ N. അത് തിരിഞ്ഞു പോവരുത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റന്റ് അല്ല ഫസ്റ്റ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്ട്സ് ആണ് ഫസ്റ്റ്. ഇത് എല്ലാവരും ഓർത്ത് വെച്ചിരിക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ് ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ആ സെന്റൻസ് നോട്ട് ചെയ്തോണം, ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ വന്നത് എന്തായിരുന്നു? Kp ഈക്വൽ ടു Kc ഇൻറ്റു RT പവർ ഡെൽറ്റ N. നമ്മുടെ ഇക്വേഷൻ എന്താ കിട്ടിയത്? Kp ഈക്വൽ ടു Kc ഇൻറ്റു RT ഹോൾ പവർ ഡെൽറ്റ N.
ഇതെല്ലാവരും ഓർത്തു വെച്ചിരിക്കണം. നമുക്ക് ഒത്തിരി പ്രോബ്ലംസിൽ വേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഡെൽറ്റ എന്നൊക്കെ എന്താണ് നമ്മൾ മനസ്സിലായല്ലോ. ഇനി നമ്മളിവിടെ കെ പി കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ പ്രഷർ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക ബാർ പ്രഷറിലായിരിക്കും. കാരണം പ്രഷറിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നപ്പോഴും 1 ബാർ ആണ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ 1 ബാർ പ്രഷറിലായിരിക്കും ഈ കെ പി റെപ്രസെന്റ് ചെയ്യുമ്പോൾ പ്രഷറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 1 ബാറിലായിരിക്കും. കാരണം അവരുടെ പ്രഷറിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 ബാർ ആണ്. ഇനി നമുക്ക് അത് കൂടാതെ പ്രഷറിന്റെ നമ്മൾ യൂണിറ്റ് 1-ൽ പഠിച്ചാണ് 1 പാസ്കൽ ഈക്വൽ ടു 1 ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2, 1 ബാർ ഈക്വൽ ടു 10⁵ പാസ്കൽ. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പ്രഷറിന്റെ പല പല യൂണിറ്റ് ആണ്. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ഏതാണോ തരുന്നത് അത് നമ്മൾ ബാറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണിത്. 1 ബാർ ഈക്വൽ ടു 10⁵ പാസ്കൽ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 1 ബാർ ഈക്വൽ ടു 10⁵ പാസ്കൽ. നമുക്ക് പ്രോബ്ലംസ് എല്ലാം ലാസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. കുറച്ച് പ്രോബ്ലംസ് ചെയ്യണം. അപ്പൊ ഇക്വേഷൻ ഒന്ന് അത് മാത്രം നമ്മളിപ്പോ പഠിച്ചത്. ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന അതെങ്ങനെയാണ് ഡെറിവേഷനോട്ട് എത്തിയത് എന്നാണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഓക്കെ, ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഹെട്രോജീനിയസ് എന്ന് വെച്ചാൽ നമ്മൾ ഹോമോജീനിയസ് കണ്ടു. ഹോമോ എന്ന് വെച്ചാൽ എന്തായിരുന്നു? എല്ലാ റിയാക്ടന്റും പ്രൊഡക്റ്റും സെയിം ഫേസിലായിരിക്കും. അപ്പൊ ഹെട്രോ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അവർ ഡിഫറെന്റ് ഫേസിലായിരിക്കും. അതാണ് മോർ ദാൻ 1 ഫേസ് അവിടെ പോസിബിൾ ആണ്. ഒരു സോളിഡ് എന്നുള്ള ഒരു സ്റ്റേറ്റ് മാത്രമല്ല, സോളിഡ് ലിക്വിഡ് ഗ്യാസിൽ മോർ ദാൻ 1 ഫേസ് അവിടെ പോസിബിൾ ആണ്. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. H2O ലിക്വിഡ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് H2O ഗേഷ്യസ്. കണ്ടോ, ഒരാള് ലിക്വിഡിലും ഒരാള് ഗേഷ്യസ് ഫേസിലുമാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇനി വേറൊരു ഇക്വേഷൻ നോക്കുക. CaOH ട്വൈസ് പ്ലസ് അക്വസ് സൊല്യൂഷൻ വിത്ത് Ca2 പ്ലസ് അക്വസ് പ്ലസ് 2OH മൈനസ് അക്വസ്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് എന്തുണ്ട്? സോളിഡും ഉണ്ട് ലിക്വിഡും ഉണ്ട്. 2 സ്റ്റേറ്റുകൾ ഇവിടെ ഉണ്ട്. ഇനി നമ്മള് ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇന്നലെ ഞാൻ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞായിരുന്നു. അത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നില്ലെങ്കിൽ ആ പ്രോബ്ലത്തിൽ നമ്മളത് പറഞ്ഞായിരുന്നു. ഹെട്രോജീനസ് ഇക്വിലിബ്രിയം ഓഫൺ ഇൻവോൾവ് പ്യുവർ സോളിഡ്സ് ഓർ ലിക്വിഡ്സ്. നമ്മൾ ഈ ഹെട്രോജീനസ് ഇക്വിലിബ്രിയയിൽ കൂടുതലും പ്യുവർ സോളിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡ്സ് ആണ് ഇൻവോൾവ് ചെയ്യിക്കാറുള്ളത്. കാരണം എന്താണ്? അവരുടെ മോളാർ കോൺസെൻട്രേഷൻ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഞാൻ ഇന്നലെ കോൺസെൻട്രേഷൻ ഓഫ് സോളിഡിനെ 1 ആയിട്ട് എടുത്തു, വാട്ടറിന്റെ കോൺസെൻട്രേഷനെയും യൂണിറ്റി ആയിട്ട് എടുത്തു. അതിന് കാരണം അവരുടെ മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ എത്ര എമൗണ്ടിൽ അത് പ്രസന്റ് ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഒരു പ്യുവർ സോളിഡ് അല്ലെങ്കിൽ പ്യുവർ ലിക്വിഡ്, അതായത് വാട്ടർ, അവരുടെ മോളാർ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ എടുക്കുന്ന ആ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി എമൗണ്ട്. ഓക്കെ, ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മൾ ഇന്നലെ ഒരു ഇക്വിലിബ്രിയം എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി ഞാൻ തന്ന ക്വസ്റ്റ്യനിനകത്ത് സോളിഡിന്റെ അതുപോലെ വാട്ടറിനെയും കണ്ടപ്പോൾ ഞാൻ ഇതിന്റെ മോളാർ കോൺസെൻട്രേഷൻ 1 എന്നാണ് എടുത്തത്. അപ്പൊ ഇവിടെയാണ് അതിന്റെ എക്സ്പ്ലനേഷൻ അവര് പറഞ്ഞിരിക്കുന്നത്. ഇനി നേരെ നമ്മൾ ഇതിന്റെ സോളിഡ് ലിക്വിഡ് അല്ലാതെ അതിന്റെ ഗേഷ്യസ് ഫേസും അക്വസ് ഫേസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? നമ്മൾ എടുക്കുന്ന എമൗണ്ട് അനുസരിച്ച് അവരുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ ഒരു സബ്സ്റ്റൻസിന്റെ ഗേഷ്യസ് ഫോമിലോ അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസ് നമ്മൾ ഒരു അക്വസ് സൊല്യൂഷൻ ആക്കിയോ എടുത്തു കഴിഞ്ഞാൽ അപ്പോ ആ വോളിയം ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് അവരുടെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യാൻ തുടങ്ങും? ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഒരു പ്യുവർ സോളിഡിന്റെയോ ലിക്വിഡിന്റെയോ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നില്ല? അവരുടെ എമൗണ്ടിനെയോ വോളിയത്തിനോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവരൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ?
ഇനി വേറൊരു എക്സാമ്പിൾ ആയിട്ട് ഹെട്രോജീനിയസ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത് CaCO3 in solid giving calcium oxide CaO plus CO2 gaseous. ഒരാൾ രണ്ടുപേരും സോളിഡ് സ്റ്റേറ്റും ഒരാൾ ഗേഷ്യസ് ഫേസിലും ആണ്. അപ്പൊ ഇവരുടെ കേസ് ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് എഴുതിക്കേ, നോക്കാതെ ഒന്ന് എഴുതിക്കേ. അപ്പൊ നമുക്ക് എങ്ങനെയാ കിട്ടിയത്? CaO നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല, CaCO3 കൺസിഡർ ചെയ്യത്തില്ല. അപ്പൊ ആകെ CO2 മാത്രമല്ലേ ഉള്ളൂ. CO2 മാത്രം ഉള്ളെങ്കിൽ അതൊരു ഗേഷ്യസ് ഫേസിലല്ലേ. അപ്പൊ എനിക്കിതിനെ KCക്ക് പകരം KP എന്നും കൊടുക്കാമല്ലോ. KCയും KP എന്നും കൊടുക്കാമല്ലോ. കാരണം അവിടെ ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് CO2 എന്ന് പറയുന്ന ആ ഒരു ഗേഷ്യസ് സിസ്റ്റത്തിനെ മാത്രമേ ഇവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, KC ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് CO2 എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, KP ഈക്വൽ ടു പ്രഷർ ഓഫ് CO2 എന്നും എഴുതാം. കാരണം ഇവിടെ ഒരു ടേമിനെ മാത്രമേ ഇവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ KC ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് CO2 ഐതർ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ KP ഈക്വൽ ടു PCO2 എന്നും എനിക്ക് എഴുതാം. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമ്മുടെ CO2 എന്ന് പറയുന്നത് CaOയും CaCO3 ഇക്വിലിബ്രിയത്തിലാണ്. CO2 എന്ന് പറയുന്നത് CaOയും CaCO3 ഇക്വിലിബ്രിയത്തിലാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ CO2ന്റെ പ്രഷർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ CO2ന്റെ പ്രഷർ അല്ലെങ്കിൽ CO2ന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അതിനോട് ഒരു വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, 2 × 10⁵ പാസ്കൽ. 2 × 10⁵ പാസ്കൽ. ഇതാണ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 1100 കെൽവിൻ. ആ ഒരു ടെമ്പറേച്ചറിൽ നമ്മുടെ CO2ന്റെ പ്രഷർ അല്ലെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 2 × 10⁵ പാസ്കൽ എന്നാണ്. പക്ഷെ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മൾ പ്രഷർ എപ്പോഴും ബാർ പ്രഷറിലാണ് റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇത് പാസ്കലിലല്ലേ തന്നേക്കുന്നത്. ഇതിനെ ബാറിലോട്ടാക്കാൻ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ 10⁵ പാസ്കൽ ചെയ്യണം. ഡിവൈഡഡ് ബൈ 10⁵. നമ്മൾ നേരത്തെ ഇക്വേഷൻ കണ്ടില്ലായിരുന്നു, 1 ബാർ ഈക്വൽ ടു 10⁵ പാസ്കൽ എന്ന്. ഓക്കെ, അപ്പൊ ആ പാസ്കലിനെ ബാർ പ്രഷറിലോട്ടാക്കാൻ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 10⁵ പാസ്കൽ ചെയ്തു. അപ്പൊ നമുക്ക് 2 എന്ന് കിട്ടി. അതാണ് ഇവരുടെ എന്ത്, KP. ഓക്കെ, അല്ലെങ്കിൽ PCO2. ആ CO2ന്റെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, 2 എന്ന് കിട്ടി. അതൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. കാരണം എന്താ, നമ്മൾ ആ ഇക്വിലിബ്രിയം എക്സ്പ്രഷൻ എഴുതിയപ്പോൾ നമുക്ക് കിട്ടിയത് CO2 എന്ന് പറയുന്ന ആ ഗേഷ്യസ് സിസ്റ്റത്തിനെ മാത്രമേ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് തന്നെയാണ്, KP തന്നെയാണ്. KC തന്നെയാണ് ഇവിടുത്തെ KPയും. ഇനി വേറൊരു എക്സാമ്പിളൂടെ നോക്കാം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ കണ്ടോ, Ni + 4CO ഗിവിംഗ് NiCO4. ഇതിലെ നിക്കൽ നമ്മൾ കൺസിഡർ ചെയ്യണ്ട. കാരണം എന്താണ്, പ്യുവർ സോളിഡോ പ്യുവർ ലിക്വിഡോ അത് എപ്പോഴും ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അവര് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ യൂണിറ്റിനാണ് നമ്മൾ അവരുടെ കോൺസെൻട്രേഷനെ പറയാറ്. അപ്പൊ ഞാൻ KC എഴുതിയപ്പോൾ NiCO4 / CO4. എനിക്കിത് KPയിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമല്ലോ, P of NiCO4 / P of CO അല്ലെ. രണ്ടും ഗേഷ്യസ് സിസ്റ്റം അല്ലേ. അപ്പൊ നമുക്ക് പ്രഷറിലും KPയിലും അവരെ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇവിടെ ഞാൻ പ്യുവർ സോളിഡ് ഓർ ലിക്വിഡ് എന്ന് പറയുന്നതിനെ യൂണിറ്റ് ആയിട്ട് എടുത്തു. അത് എപ്പോഴാണ്, ആ എക്സ്പ്രഷനിൽ മാത്രമേ ഞാൻ അവരെ എഴുതാത്തുള്ളൂ. ശരിക്കും അവർ ആ ഇക്വേഷനിൽ അവർ ഇക്വിലിബ്രിയത്തിൽ അവർ പ്രസന്റ് ആണ്. ആ ഇക്വിലിബ്രിയത്തിൽ അവരുടെ പ്രസൻസ് അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഇക്വിലിബ്രിയം എക്സ്പ്രഷൻ എഴുതുന്ന ടൈമിൽ അവരെ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ആ ഒരു ഇക്വേഷനിൽ അവരെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ശരിക്കും ആ ഒരു റിയാക്ഷനിൽ അവർക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ കൊടുത്തേക്കുവാണ്.
ഇതാ ഈ ഒരു എക്സാമ്പിള്. ഇത് നമുക്ക് ജസ്റ്റ് ഈ ഒരു റിയാക്ഷൻ്റെ അകത്ത് സോളിഡിനെ കൺസിഡർ ചെയ്യത്തില്ല, അതുപോലെ ലിക്വിഡിനെ കൺസിഡർ ചെയ്യത്തില്ല. നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഈ രണ്ടുപേരെ മാത്രമേ എഴുതാറുള്ളൂ. AgNO3 ട്വൈസ് ഡിവൈഡഡ് ബൈ HNO3 ട്വൈസ്. അതിനുവേണ്ടി മാത്രം റെപ്രസെന്റ് ചെയ്തേക്കുന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇക്വേഷൻ എഴുതാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് എന്തായിരുന്നു? ഗേഷ്യസ് സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വന്നു. KP = KC × RT raised to delta N. അതിൽ ഡെൽറ്റ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റന്റ് ആണ്. ഇനി പ്രഷർ നമ്മൾ എപ്പോഴും 1 ബാർ പ്രഷറിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു ഹെട്രോജീനസ് ഇക്വിലിബ്രിയ കണ്ടു. ആ ഹെട്രോജീനസ് ഇക്വിലിബ്രിയ 2-3 എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. പിന്നെ ആ പ്യുവർ സോളിഡും പ്യുവർ ലിക്വിഡിലും നമ്മൾ എന്താണ് യൂണിറ്റി ആയിട്ടാണ് അവരുടെ കോൺസെൻട്രേഷൻ എടുക്കാറ്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇവിടെ ഇവിടെ PCl5 PCl3 CL2 ഇത് 3 പേരും ഇക്വിലിബ്രിയത്തിലാണ് അറ്റ് 500 കെൽവിൻ. ഓരോരുത്തരുടെയും കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. 1.59 PCl3, 1.59 CL2, 1.41 PCl5. എന്നിട്ട് എന്നോട് ചോദിച്ചേക്കുന്നത് കാൽക്കുലേറ്റ് KC എന്നാണ്. ആ റിയാക്ഷൻ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അവരുടെ KC കണ്ടുപിടിക്കാം. റിയാക്ഷൻ ഇങ്ങനെയാണ്: PCl5 ഇൻ ഇക്വിലിബ്രിയം വിത്ത് PCl3 പ്ലസ് CL2. അപ്പൊ KC കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. KC = PCl3യുടെ കോൺസെൻട്രേഷൻ അതിവിടെ എത്രയാ? PCl3യുടെ കോൺസെൻട്രേഷൻ നോക്കുക, 1.59 ആണ്. ഇൻറ്റു CL2ന്റെ കോൺസെൻട്രേഷൻ. CL2ന്റെ കോൺസെൻട്രേഷൻ എന്ത് തന്നെയാ? ഇൻറ്റു 1.59. അപ്പൊ എനിക്ക് ഒന്നിച്ച് 1.59ന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ PCl5ന്റെ കോൺസെൻട്രേഷൻ. PCl5ന്റെ കോൺസെൻട്രേഷൻ എത്രയാ? 1.4. ഡയറക്റ്റ് ആണ്. നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, KC കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊരു വൈറ്റ് പേപ്പറിൽ ചെയ്യാം. ഓക്കെ, നോക്കിക്കോളൂ. ഇവിടെ ക്വസ്റ്റ്യൻ ദ വാല്യൂ ഓഫ് KC. ഇവിടെ എനിക്ക് KCയുടെ വാല്യൂ തന്നിട്ടുണ്ട് 4.24 at 800 Kelvin ഫോർ ദ റിയാക്ഷൻ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം 7.4 ആണ് കേട്ടോ. CO പ്ലസ് H2O ഇൻ ഇക്വിലിബ്രിയം വിത്ത് CO2 പ്ലസ് H2. എനിക്ക് റിയാക്ഷൻ തന്നിട്ടുണ്ട്, KC തന്നിട്ടുണ്ട്. എന്നോട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് ഓഫ് CO2വിന്റെയും H2വിന്റെയും COയുടെയും H2ഓടെയും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക.
ഗിവൺ എനിക്കിവിടെ തന്നിട്ടുള്ള ഒരു കാര്യം സിഒയും H2Oയുടെയും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 0.1 എന്ന് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ ആണ്. ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് സിഒയും H2Oയും 0.1 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഗിവൺ ആയിട്ടുള്ളത് KCയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെ ഇനീഷ്യൽ വാല്യൂ തന്നിട്ടുണ്ട്. ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു എന്ത് കണ്ടുപിടിക്കുക, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ്, ഈ 4 പേരുടെയും ഇക്വിലിബ്രിയത്തിലുള്ള അവരുടെ കോൺസെൻട്രേഷൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓരോരുത്തരുടെയും സിഒയെ, H2Oയെ, CO2, H2. ഇനീഷ്യലി ഇവർ രണ്ടുപേരും 0.1 ഇവർ ഒന്നും ഫോം ചെയ്തിട്ടില്ല, 0 ഇനീഷ്യൽ കേസ്. ഇനി എക്സ് മോള് നമ്മൾ എന്താ പ്രൊഡക്റ്റ് എക്സ് എന്ന് പറഞ്ഞേക്കുന്നത് പ്രൊഡക്റ്റ് ഫോം ചെയ്തത് ആണ് എക്സ് മോൾ പെർ ലിറ്റർ ആണ്. നമുക്ക് ഓരോ പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ ആണ് ഞാൻ എക്സ് ആക്കി എടുത്തേക്കുന്നത്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആണ്. അപ്പോ ഈ എക്സ് ഫോം ചെയ്യണമെങ്കിൽ ഇതിന്റെ അകത്തു നിന്ന് 0.1 മൈനസ് കുറയ്ക്കണ്ടേ. അപ്പൊ ഇവരുടെ കോൺസെൻട്രേഷൻ 0.1 മൈനസ് എക്സ് ആണ്. -1 ആണ് ഇവരുടേത്. ഓക്കെ അല്ലേ? ഇനി ഇതാണ് ഇവരുടെ ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള ഇവരുടെ കോൺസെൻട്രേഷൻ. ഇത് ഇനീഷ്യൽ കണ്ടീഷൻ, ഇത് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇനീഷ്യൽ കണ്ടീഷനില് 0.1 മോളാർ CO, 0.1 മോളാർ H2O, 0 ആയിരുന്നു. CO2 H2 ഒന്നും പ്രൊഡക്റ്റ് ഫോം ചെയ്തിട്ടില്ല. ഇനി പ്രൊഡക്റ്റ് എക്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഫോം ചെയ്ത കോൺസെൻട്രേഷൻ ആണ്. എക്സ് കോൺസെൻട്രേഷനിലാണ് CO2 H2 ഫോം ചെയ്തത്. അങ്ങനാണെങ്കിൽ റിയാക്ടൻസ് അപ്പോൾ അത്ര എക്സ് കുറയുവാണ് അവിടെ ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ റിയാക്ടന്റെ അളവ് ഇനീഷ്യലിൽ നിന്ന് കുറഞ്ഞു. അപ്പൊ 0.1 മൈനസ് എക്സ്, H2Oയ്ക്കും 0.1 മൈനസ് എക്സ്. ഇത് അവരുടെ ഇക്വിലിബ്രിയം കണ്ടീഷനില്. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് എളുപ്പത്തിൽ എന്ത് എഴുതാൻ പറ്റും, ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ KC നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനുള്ള ഈ ഓരോരുത്തരുടെയും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനുള്ള ഓരോരുത്തരുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. 0.1 മൈനസ് എക്സും നമുക്ക് കണ്ടുപിടിക്കണം. അതിനാദ്യം എനിക്കിവിടെ KC തന്നിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് ഇതിനകത്ത് KCയുടെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, ആ KCയുടെ ഇക്വേഷൻ എഴുതിയിട്ട് അതിന്റെ അകത്ത് നമുക്ക് KCക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. നോക്കിക്കേ, നോക്കാം. KCയുടെ വാല്യൂ ഞാൻ എഴുതുവാണ്. KC ഈക്വൽ ടു CO2ന്റെ പ്രൊഡക്റ്റിന്റെ അല്ലേ ആദ്യം നമ്മൾ എഴുതാറ്. CO2ന്റെ എന്തായിരുന്നു, എക്സ് അല്ലായിരുന്നോ, എക്സ് ഇൻറ്റു H2ന്റെ എന്ത് തന്നെയാണ്, X2 തന്നെയാണ്, ഡിവൈഡഡ് ബൈ COയുടെയും H2യുടെയും എന്ത് തന്നെയായിരുന്നു, 0.1 മൈനസ് എക്സ് ആണ്. അതിന്റെ സ്ക്വയർ, രണ്ടുപേർക്കും 0.1 മൈനസ് എക്സ് തന്നെയല്ലേ. ഇതിന്റെ അകത്ത് KCയുടെ വാല്യൂ എനിക്ക് 4.24 അവർ തന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊന്ന് നമ്മൾ മാത്തമാറ്റിക്കലി ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു മെത്തേഡ്. അപ്പൊ ഇവിടെ നമ്മള് അതിലോട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് ആ ആൻസർ എങ്ങനെ വന്നു എന്ന് മാത്രം പറയാം. ഇത് നമ്മൾ ക്വാഡ്രാറ്റിക് എക്സ് സ്ക്വയർ ആ ഒരു ഫോമിലോട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിൽ വരും. അപ്പൊ നമ്മൾ അതിനെ സോൾവ് ചെയ്യാനായിട്ട് എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √(b² - 4ac/2a) അതൊക്കെ വെച്ച് ചെയ്യുവാണ്. ഇത്രയും വലിയ
പോയിന്റ് നമ്പർ നമുക്ക് തരത്തില്ല, സിമ്പിൾ ആയിട്ടുള്ള നമ്പർ എന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ അതിന്റെ മാത്തമാറ്റിക്കൽ സെക്ഷൻ അറിയണം. പക്ഷെ ഇത് ഞാൻ ഇവിടെ കെമിക്കൽ ആയിട്ടുള്ള ആ ഒരു കെമിസ്ട്രി ഇത് മാത്രമേ പറയുന്നുള്ളൂ, തിയറി മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. ഇത് ഇങ്ങനെ ഒരു വേ എങ്ങനെ തന്നാൽ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാമെന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഇനീഷ്യൽ കണ്ടീഷനും ഇക്വിലിബ്രിയം കണ്ടീഷനും എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്തുനിന്ന് KCയുടെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഇക്വിലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ കിട്ടിയാൽ KC നമുക്ക് എഴുതാൻ പറ്റും. ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു വാല്യൂസ് ഇവിടെ തന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ട് ചോദിക്കാം, അതുപോലെ ആ കൂടെ നമുക്ക് KCയും തരും. എന്നിട്ട് ഇക്വിലിബ്രിയം കണ്ടീഷനുള്ള കോൺസെൻട്രേഷൻ എഴുതാൻ പറയുകയുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഞാൻ KCയുടെ ഇക്വേഷൻ എഴുതുന്നത് മനസ്സിലായല്ലോ. എക്സ് ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ എന്താ? എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഫോംഡ് ആണ്. 0.1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. 0.1 മൈനസ് എക്സ് അത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആണ്. കാരണം എന്താ? ആ റിയാക്ടന്റ് എന്ന് പറയുന്നത് കുറയും, നമ്മുടെ ആ എക്സ് അത്രയും കുറയും. റിയാക്ടന്റ് എക്സ് അത്രയും ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ അത്രയും കുറഞ്ഞിട്ടാണ് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ കിട്ടുക. അതാണ് ഈ 0.1 മൈനസ് എക്സ് എന്ന് പറഞ്ഞ് റിയാക്ടന്റിന്റെ സൈഡിൽ നമ്മൾ ഇനീഷ്യൽ മൈനസ് പ്രൊഡക്റ്റ് ഫോം ചെയ്ത കോൺസെൻട്രേഷൻ കുറയ്ക്കണം. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എക്സിന്റെ വാല്യൂ ഒന്ന് 0.6 എന്നും കിട്ടും, വേറെ ഒന്ന് 0.19 എന്നും കിട്ടും. എന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 0.1 അല്ലായിരുന്നോ? അപ്പോൾ ഇനീഷ്യലിൽ ഏതായാലും കുറഞ്ഞ വാല്യൂ അല്ലേ ഇക്വിലിബ്രിയത്തിൽ വരുവുള്ളൂ. കാരണം റിയാക്ടൻസിന്റെ അളവ് കുറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഈ 0.19 എന്നുള്ളത് ഞാൻ എടുക്കണ്ട. കാരണം എന്താ? ഏതായാലും വാല്യൂ എക്സിന്റെ വാല്യൂ, അതായത് കോൺസെൻട്രേഷന്റെ വാല്യൂ കുറഞ്ഞേ വരുവുള്ളൂ. റിയാക്ഷൻ ഓൺഗോയിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോ അവരുടെ വാല്യൂസ് കൂടാൻ ചാൻസ് ഇല്ല, കുറയാനേ ചാൻസ് ഉള്ളൂ. ഈ ഒരു എക്സിന്റെ വാല്യൂ എനിക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഏത് വാല്യൂ എടുത്താൽ മതി? എക്സിന് ഈ ഒരു വാല്യൂ എടുത്താൽ മതി. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് ഫോംഡ് ആണ്. അതായത് CO2വിന്റെയും H2വിന്റെയും വാല്യൂ ആണ് ഈ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സിഒയുടെയും H2യുടെയും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 0.1 മൈനസ് എക്സ് ചെയ്താൽ പോരെ? എക്സ് കിട്ടിയല്ലോ. എക്സ് കിട്ടിയാൽ അതിൻ്റെ അകത്തുനിന്ന് 0.1 സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സിഒയുടെയും H2യുടെയും കോൺസെൻട്രേഷൻ കിട്ടും. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഒത്തിരി പാടായിട്ട് തോന്നും, പക്ഷെ ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഈ രണ്ട് കാര്യം മാത്രം അറിഞ്ഞാൽ മതി. നോക്കോളൂ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് NCERTയുടെ എക്സസൈസ് സൊല്യൂഷൻസ് ആയിട്ട്, പ്രോബ്ലംസ് ആയിട്ട് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അവരുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഓരോ റിയാക്ടന്റിന് നേരെയും അവരുടെ ഇപ്പൊ പ്രൊഡക്റ്റ് അപ്പോൾ 0 ആണ്. കാരണം റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഇല്ലല്ലോ, പ്രൊഡക്റ്റ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിനൊരു പർട്ടിക്കുലർ വാല്യൂ കാണും, എക്സ് എന്നൊരു പർട്ടിക്കുലർ വാല്യൂ, ഇതിനൊരു എക്സ് എന്നൊരു പർട്ടിക്കുലർ വാല്യൂ കാണും. അത് ഇനീഷ്യൽ കണ്ടീഷൻ. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതിനെ എക്സ് എന്നും ഇവിടത്തേന് എക്സ് എന്നും വിളിക്കും. ഓക്കെ, അപ്പോ ഈ നേരത്തെ കാണിച്ച ഈ എ എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് എക്സ് കുറയുന്നതായിരിക്കും നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള റിയാക്ടൻസിന്റെ വാല്യൂസ്. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ ഒരെണ്ണം എഴുതാൻ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് KC ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. KC ഗിവൺ ആയിരിക്കും. നമുക്ക് ഇതിനകത്ത് എക്സിന്റെ കോൺസെൻട്രേഷൻ കിട്ടും. അത് നമ്മുടെ ഈ A മൈനസ് എക്സിലെ B മൈനസ് എക്സിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓരോ റിയാക്ടൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും ഇക്വിലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കോളൂ. ഫോർ ദ ഇക്വിലിബ്രിയം, ഒരു ഇക്വിലിബ്രിയം ആണ് 2NOCl ഗിവിംഗ് 2NO plus Cl2. plus Cl2. ഈ ഒരു ഇക്വിലിബ്രിയത്തില് വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC തന്നിട്ടുണ്ട് 3. KC തന്നിട്ടുണ്ട് 3.7 into
10⁻⁻6 തന്നിട്ടുണ്ട്. ടെമ്പറേച്ചറും തന്നിട്ടുണ്ട് 1069 കെൽവിൻ ആണ്. എന്നോട് പറഞ്ഞിരിക്കുന്നത് Kp കണ്ടുപിടിക്കുക. എന്താ കണ്ടുപിടിക്കേണ്ടത്? Kp ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ Kpയും Kcയും തമ്മിലുള്ള ആ ഇക്വേഷൻ എന്താണ്? Kp = Kc × RT പവർ ഡെൽറ്റ N. ഓക്കെ, അപ്പൊ ഈ ഡെൽറ്റ എന്നില് നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മളോട് പറഞ്ഞത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് ഗേഷ്യസ് റിയാക്ടന്റ് എന്നാണ്, അല്ലെ? ഈ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് ഗേഷ്യസ് റിയാക്ടന്റ്. അപ്പോൾ ഗേഷ്യസ് ആയിട്ടുള്ളവരെ മാത്രമേ എടുക്കാവുള്ളൂ, അവരുടെ നമ്പർ ഓഫ് മോൾസ് മാത്രമേ എടുക്കാവുള്ളൂ. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു സോളിഡ് ഒരു എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു എക്സ് എന്നിട്ട് അവരുടെ സോളിഡ് സ്റ്റേറ്റും ഉണ്ടെങ്കിലും നമ്മൾ ഇവരുടെ നമ്പർ ഓഫ് മോൾസ് എടുക്കരുത്. കാരണം ഗേഷ്യസിന്റെ മാത്രമേ എടുക്കാവുള്ളൂ. സോളിഡ്, ലിക്വിഡ് അങ്ങനെയുള്ളതിന്റെ എടുത്താൽ നമ്മുടെ ഡെൽറ്റ എന്ന് തെറ്റിപ്പോകും. അപ്പൊ നമ്മുടെ ആൻസർ ഫുൾ തെറ്റിപ്പോകും. അതുകൊണ്ട് ഗേഷ്യസ് ആയിട്ടുള്ളവരുടെ മാത്രം, ഗേഷ്യസ് ആയിട്ടുള്ള റിയാക്ടൻസിന്റെയും ഗേഷ്യസ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെയും മാത്രമേ നമ്പർ ഓഫ് മോൾസ് എടുത്ത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാവുള്ളൂ. ഇപ്പൊ ഡെൽറ്റ എൻ ആദ്യം കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് അല്ലേ? ഓക്കെ, ഇവിടുത്തെ എന്ന് പറയുന്നത് ഇവിടുത്തെ ഗേഷ്യസ് പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്? 2NO ഉണ്ട്, Cl2 1 മോളാറും ആണ്. ഇത് 2ഉം ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എല്ലാം ഗേഷ്യസ് ആണ് തന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തെറ്റാൻ ചാൻസ് ഇല്ല. സോളിഡ് ഉള്ള കേസിലാണ് ഞാൻ പറഞ്ഞത്, സോളിഡ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് എടുക്കരുതെന്ന്. ഇതെല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, Cl2 ഗേഷ്യസിലാണ്. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എത്രയാ? 2 1 3 അല്ലെ? ഇവിടുത്തെ എത്രയാണ്? 2 ആണ്. അപ്പൊ പ്രൊഡക്റ്റ് മൈനസ് ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യാവുള്ളൂ, തിരിച്ച് 2 - 3 ചെയ്യരുത്. പ്രൊഡക്റ്റിന്റേത് വേണം ഫസ്റ്റ് എഴുതാൻ. ഇപ്പൊ 3 - 2 വേണം ചെയ്യാൻ. അപ്പൊ ഡെൽറ്റ എന്ന് എനിക്ക് എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഡെൽറ്റ എൻ കിട്ടിക്കഴിഞ്ഞാല് കെപിയുടെ ഇക്വേഷൻ എളുപ്പമായല്ലോ. Kp = Kc × RT പവർ ഡെൽറ്റ എൻ. ഇനി ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഡെൽറ്റ എൻ വേണ്ട, പവർ 1 അല്ലേ? 1 ആയിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു ചേഞ്ച് ഇവിടെ വരത്തില്ല. ഇനി Kcയുടെ വാല്യൂ എനിക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 3.7 × 10⁻⁻6 ആണ്. ഇൻറ്റു ആറിന്റെ വാല്യൂവും തന്നിട്ട്, ആറിന്റെ വാല്യൂ നമ്മൾ 0.08 എന്നാണ് എടുക്കുക. അത് നോക്കി എടുക്കണം. കാരണം ഓരോ യൂണിറ്റ് മാറുന്ന അനുസരിച്ച്, പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെ ഒക്കെ യൂണിറ്റ് മാറുന്ന അനുസരിച്ച് ആറിന്റെ വാല്യൂം ചേഞ്ച് ആവുവേ. അപ്പൊ അതിന്റെ യൂണിറ്റ് ആദ്യം പഠിച്ചിരിക്കണം. 0.08 ആണ് ഇവിടുത്തേത്. ഇൻറ്റു ടെമ്പറേച്ചർ 1069. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോറി, ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് എന്ത് കിട്ടും? Kpയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. നമുക്കൊരു 2 ക്വസ്റ്റ്യൻ കൂടെ. നമ്മൾ നേരത്തെ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം പഠിച്ചില്ലേ? അപ്പൊ അതിന്റെ അകത്ത് ഇൻഡെക്സ് ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നോക്കാനുണ്ട്. പ്രഷറിന്റെ ടേംസിലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഓക്കെ, നോക്കോളൂ. ഇവിടെ ദ വാല്യൂ ഓഫ് Kp ഫോർ ദ റിയാക്ഷൻ, എനിക്ക് റിയാക്ഷൻ തന്നിട്ടുണ്ട്. CO2 പ്ലസ് C ഇവിടെ സോളിഡ് ആണ്. ഓക്കെ, ശ്രദ്ധിച്ചോണം. 2CO, ബാക്കിയെല്ലാം ഗേഷ്യസ് ആണ്. കാർബൺ സോളിഡ് സ്റ്റേറ്റിലാണ്. ഇവരുടെ Kp ആണ് എനിക്ക് തന്നേക്കുന്നത് 3. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 1000 കെൽവിൻ. ഓക്കെ, ഇനീഷ്യലി ഈ പ്രഷറിന്റെ ഇനീഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്. ഈ CO2ന്റെ ഇനീഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട് 0.48 ബാറിൽ തന്നെയാണ് തന്നേക്കുന്നത്. ഇത് 0 ആയിരുന്നു ഇനീഷ്യലി. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം പ്രഷർ ഓഫ് COയും CO2 കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസ്. അവിടെ നമ്മൾക്ക് കോൺസെൻട്രേഷൻ ആയിരുന്നു നമ്മൾ ചെയ്തത്, Kc ആയിരുന്നു. ഇവിടെ എനിക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആണ് ഫ്രം Kp. Kp തന്നിട്ട്
ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക. നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്തത്? നേരത്തെ ക്വസ്റ്റ്യൻ എനിക്ക് KC ആയിരുന്നു അവർ തന്നിരുന്നത്. അപ്പൊ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിപ്പോവരുത്. KC തന്നിട്ട് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കാം. അതുപോലെ തന്നെ KP തന്നിട്ടും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷന് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കിപ്പോ സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, നോക്കിക്കോളൂ. നമ്മളപ്പോ ആ ഇക്വിലിബ്രിയം KC യോ KP യോ എഴുതാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി തന്നെ സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇനീഷ്യൽ ഇക്വിലിബ്രിയത്തില് അങ്ങനെ കോൺസെൻട്രേഷൻസ് എഴുതുന്ന നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇനീഷ്യലി ഇവിടെ എനിക്കിത് CO2 0.48 ആണ് തന്നായിരുന്നു. 0.48. ഇവര് 0 ആണ്. ഇനി ഈ X എന്ന് പറയുന്നത് ഞാൻ CO പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രഷർ ആയിട്ട് എടുക്കുവാണെങ്കിൽ, ഓക്കെ, അപ്പൊ ഇവിടെ ഇത് 2 മോൾ ആണ്. അപ്പൊ 2X ആണ് ഇവിടുത്തേത്. ഇവിടുത്തെ നമ്മളെ X എന്ന് പറഞ്ഞ പ്രഷർ ആണ് കേട്ടോ, ഡിക്രീസ് ഇൻ പ്രഷർ ആണ്. ഈ CO2ന്റെ ആ ഒരു പ്രഷർ X കുറയും, ഇവർക്ക് ആ X കൂടും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കോൺസെൻട്രേഷൻ ടേംസിലല്ല പറയുന്നത്, പ്രഷറിന്റെ ടേംസിലാണ് പറയുന്നത്. അപ്പൊ X പ്രഷർ CO2 കൂടും, CO2 റിയാക്ടന്റ് അല്ലേ, അപ്പൊ അവരുടെ പ്രഷർ എന്ത് ചെയ്യുവാണ്? കുറഞ്ഞു വരുവാണ്. അപ്പൊ ഇവിടെ X എന്ന് മാത്രം കൊടുക്കരുത്, 2X കൊടുക്കണം. കാരണം ഇത് 2 മോൾ ആണ്, 2X ആണ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ. അപ്പൊ ഇവർ എത്രയായിരിക്കും? 0.48. ഇത് 0.48 മൈനസ് X ആണ് അറ്റ് ഇക്വിലിബ്രിയം. ഇത് ഇനീഷ്യൽ കണ്ടീഷൻ. ഓക്കെ, ഇപ്പൊ ഇനീഷ്യൽ കണ്ടീഷനിലെയും ഇക്വിലിബ്രിയം കണ്ടീഷനിലെയും കോൺസെൻട്രേഷൻ എഴുതാൻ പഠിച്ചാൽ ബാക്കി നമുക്ക് എളുപ്പമായി. ആദ്യം CO2ന്റെ ഇനീഷ്യൽ കണ്ടീഷൻ 0.48, അത് ഗിവൺ ആണ്. CO2ന്റെ അപ്പം അത് ഫോം ചെയ്തിട്ടില്ല, 0 ആണ് അവരുടെ പ്രഷർ. ഓക്കെ, ഇനി ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോഴത്തേനും സിയോടേത് X ഇൻക്രീസ് ചെയ്തു. അപ്പൊ 2X ആണ് ഇവിടെ. കാരണം 2 എന്ന് പറഞ്ഞാൽ അവരുടെ നമ്പർ ഓഫ് മോൾസ് 2 ആണ്. അപ്പൊ 2X ആണ്. CO2ന്റെ ആണെങ്കിൽ 0.48 മൈനസ് X കുറയുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എനിക്ക് KP എളുപ്പത്തിൽ എഴുതാലോ. ഇവിടെ KC അല്ല, KP ആണ്. ഓക്കെ, ഞാൻ ഇത് വെച്ചിട്ട് എന്റെ KP എഴുതാൻ പോവാണ്. KP എഴുതുവാണ്. KP എഴുതുമ്പം ഇതിന്റെ അല്ല ഫസ്റ്റ് എഴുതുക, പ്രൊഡക്റ്റിന്റെ. 2X അല്ലായിരുന്നു അവരുടേത്. 2X മേളിൽ അവരുടെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റും എഴുതും. 2X സ്ക്വയർ ഡിവൈഡഡ് ബൈ CO2ന്റേത് 0.48 മൈനസ് X. ഓക്കെ, ഇത് അവരുടെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് ആണ് 2 എന്ന് പറയുന്നത്. അപ്പൊ 2X സ്ക്വയർ ബൈ 0.48 മൈനസ് X. എനിക്ക് ഇവിടെ KP എത്ര തന്നിട്ടുണ്ടായിരുന്നു? 3 ആണ് തന്നിട്ടുണ്ട്. ഇത് 3 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്ത് നമ്മൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്ത് വരിക. സോൾവ് ചെയ്ത് വരുമ്പോ എനിക്ക് എക്സിന്റെ വാല്യൂ എന്തെന്ന് കിട്ടും? 0.33 എന്ന എക്സിന്റെ വാല്യൂ കിട്ടും. ഇനി ഈ എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാല് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇവര് 2X ആയിരുന്നു. ഇവരെത്രയാണ്? ഇവര് 0.48 മൈനസ് X ആണ്. ഓക്കെ, ഇപ്പൊ എനിക്ക് X കിട്ടിയില്ലേ? അത് ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുത്താൽ 2 × 0.33 ആണ് സിയോടെ പ്രഷർ. P of CO 2 × X. ഇനി പ്രഷർ ഓഫ് CO2 എന്തായിരുന്നു? 0.48 മൈനസ് X. ഓക്കെ, ഇത് നമുക്ക് യൂണിറ്റ് എന്താ? ബാർ പ്രഷറില്. ക്ലിയർ ആയില്ലേ? ഇത് KP തന്നിട്ട് നമ്മളോട് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് ചോദിച്ചതിന്റെ ആണ്. നമ്മളപ്പോൾ പ്രഷറിന്റെ ടേംസിൽ എഴുതുന്നേ ഉള്ളൂ. ഇവിടെയും ഇനീഷ്യൽ കണ്ടീഷനിൽ എഴുതുക, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എഴുതുക. ആ KC ആണോ KP ആണോ ഏതാണ് തന്നിട്ടുള്ളത് അത് നമുക്ക് ഗിവൺ ആയിരിക്കും. അതിലേക്ക് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, X കണ്ടുപിടിക്കുക. ആ X കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്നുള്ള കണ്ടീഷനിലോട്ട് Xന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ഇക്വേഷൻ പഠിച്ചു. KP ഈക്വൽ ടു KC × RT റേസ് ടു ΔN എന്നൊരു പുതിയൊരു ഇക്വേഷൻ പഠിച്ചു. ഇനി ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ 2 പ്രോബ്ലം സോൾവ് ചെയ്തു. പിന്നെ നമ്മൾ ഹെറ്ററോജിനിയസ് ഇക്വിലിബ്രിയത്തിൽ അതിലെ 2-3 എക്സാമ്പിൾസ് കണ്ടു. വേറെ എക്സ്ട്രാ ഒരു പ്രോബ്ലം കൂടി ചെയ്തു. ഇനി കുറച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ KP റിലേറ്റഡ് ആയിട്ടുള്ളത്. അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ചെയ്തു നോക്കാം. ഓക്കെ.
അപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.